ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്രിട്ടിസൻസ് വിത്ത് ലക്ഷ്മി. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഗ്രീൻവിച്ചിലാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഉള്ള ഭാഗത്തല്ല, ഇവിടെ കുറച്ചും കൂടെ വിട്ടിട്ടാണ് നോർത്ത് ഗ്രീൻവിച്ചിൽ. ഇവിടെ O2 എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. അവിടെ ഞാനിന്ന് മെയിനായിട്ട് വന്നിരിക്കുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്, ആടുജീവിതം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നാട്ടിലാവുമ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമകളും ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടെ പോയി കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു 1.5 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ മലയാളം സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ മലയാളം കണ്ടിട്ടില്ല തിയേറ്ററിൽ നിന്ന്. ഹിന്ദിയും തമിഴും ഇംഗ്ലീഷും ഒക്കെ കണ്ടു, മലയാളം കാണാൻ പറ്റിയിട്ടില്ല. ആടുജീവിതം ഇറങ്ങിയപ്പോൾ നമുക്ക് എങ്ങനെ കാണാതിരിക്കാൻ പറ്റുക? അപ്പൊ എന്തായാലും ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഗ്രീൻവിച്ചിലുള്ള O2 അറീനയിൽ ഞാനിത് 3ാമത്തെ തവണയാണ് വരണേ. ആദ്യം വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ ക്രിസ്മസ് ടൈമിലായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡേ ടൈമിൽ വരാനും രസമാണ്. ഇവിടെ ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ O2. കുറേ മ്യൂസിക് ഇവൻറ്റ്സ്, സ്പോർട്സ് ഇവൻറ്റ്സ് എല്ലാം നടക്കാറുണ്ട്. പിന്നെ ഈ കണ്ടോ, ഇതെപ്പോഴും ഞാൻ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് ആൾക്കാരെ എപ്പോഴും ഇങ്ങനെ അവർ ക്ലൈംബ് ചെയ്ത് പോകണത് കാണാം. എന്താണ് അവിടെ ശരിക്കും സംഭവം എന്ന് എനിക്കറിയില്ല, പക്ഷെ എപ്പോൾ വന്നാലും അവിടെ കുറേ ആൾക്കാരെ കാണാറുണ്ട്. പിന്നെ ഞങ്ങളിതേ ഇതിൻ്റെ മോളിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് കയറി. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് സിനിമയൊക്കെ കാണാനുള്ള സിനി വേൾഡും എല്ലാം ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അറബിക് കൺട്രിയിൽ പോയൊരു ഫീലിംഗ് ആണ്. കണ്ടോ, നല്ല അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നാറ് ഇവിടെ വരുമ്പോൾ. ഇപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് സ്പോട്ട് നോക്കുക, ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. മെയിനായിട്ട് അതാണ് ഈ ഒരു ഫ്ലോറിലുള്ളത്. സിനി വേൾഡ് ഇതേ മുകളിലാണ്. അതൊക്കെ നമുക്ക് 12:45 ഉള്ളൂ സിനിമ. ഇവിടെ ധാരാളം ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്, പലതരം ക്യുസീൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഒരു റെസ്റ്റോറൻറ്റും ഇവിടെ കണ്ടു, പക്ഷേ നല്ല റേറ്റ് ആയിരുന്നു, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. പകരം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് കയറി. പിന്നെ ഇവിടെ കുറേ ഇതുപോലെ ഫോട്ടോ സ്പോട്ട്സ് കുറേ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ഈസ്തറ്റിക് ആയിട്ടുള്ള സ്പോട്ട്സ്. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഒരുപാട് നല്ല പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇപ്രാവശ്യം ഒന്നും എടുത്തില്ല, മുമ്പ് വന്നപ്പോൾ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ഷോപ്പിംഗ്, നല്ല ഡ്രസ്സൊക്കെ മേടിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞങ്ങളിതേ ചോപ്സ്റ്റിയിൽ കയറി. ഇവിടെ ഒരു നൂഡിൽസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം നൂഡിൽസ് കഴിക്കാൻ വേണ്ടി കയറി. ഞാനൊരു മീല് പറഞ്ഞു, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇവിടുത്തെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നല്ല മീലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ മീലിൽ സ്പ്രിങ് റോള്, പിന്നെ നൂഡിൽസും പൊട്ടറ്റോ വെഡ്ജസൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സിനി വേൾഡ് കയറി. 12:45 ഷോ. ഇവിടെ കുറേ സ്ക്രീനുകളുണ്ട്. അപ്പോൾ ഇവിടെയാണ് സ്ക്രീൻ 2-ലാണ് നമ്മുടെ ഷോ ഉള്ളത്. എന്തായാലും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കാണാം. സോ ആടുജീവിതം കണ്ട് ഇറങ്ങി. എന്താ ദൈവമേ, പറയാനില്ല കേട്ടോ, അടിപൊളി സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിഷമായി കണ്ടപ്പോ. നല്ല പടം. ഞാൻ പൃഥ്വിരാജ് ഫാനാണ് ഓൾറെഡി. സോ എന്തായാലും ഞാൻ തിരിച്ചു പോവാണ്. 5:15 എനിക്ക് റിട്ടേണിങ് ബസ്. ഇപ്പൊ 4:15. പിന്നെ നേരെ വീട്ടിലേക്ക് പോവാം. സിനിമ കഴിഞ്ഞതും സമയം കളയാൻ ഒട്ടും ഉണ്ടാകുന്നില്ല. വേഗം നമ്മൾ ഇറങ്ങി. 5:15 എനിക്ക് മെഡ്വേയിലേക്കുള്ള ബസ്. ഇവിടുന്ന് അധികം ദൂരമില്ല യൂണിവേഴ്സിറ്റിയിലേക്ക്. 2 ട്യൂബ് മാറി കയറണം. ഇവിടെ എല്ലാ ട്യൂബ് സ്റ്റേഷനിലും ഇതുപോലെ ഇങ്ങനെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പോകേണ്ടതൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാനൊക്കെ പറ്റും. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ട്യൂബ് സ്റ്റേഷൻ ഉണ്ട്. അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല ഈ വ്ളോഗിൽ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.